भारत माता की। जरा जोर से बोलिए। दिल्ली तक आवाज जानी चाहिए। केरल में अगली सरकार भाजपा की बनने वाली है। ഡൽഹി വരെ ശബ്ദമെത്തണം. അടുത്ത കേരളത്തിലെ സർക്കാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരാണ്. जोर से बोलिए भारत माता की। मंच पर उपस्थित देश के प्रधानमंत्री और विश्व के सर्वाधिक लोकप्रिय राजनेता श्रीमान नरेंद्र भाई, श्रद्धेय अडवाणी जी, केरल भारतीय जनता पार्टी के अध्यक्ष श्रीमान कुंभड़म जी, मंच पर उपस्थित भारतीय जनता पार्टी के सभी पूर्व राष्ट्रीय अध्यक्ष, केंद्र सरकार के मंत्रीगण, भाजपा शासित राज्यों के मुख्यमंत्रीगण और पार्लियामेंट्री बोर्ड के सदस्य और आज की इस विशाल सभा में आए हुए केरल के कोने कोने से आए हुए प्यारे भाइयों और बहनों, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി, പാർട്ടിയുടെ ബഹുമാന്യനായിട്ടുള്ള നേതാവ് ശ്രീ ലാൽകൃഷ്ണ അഡ്വാനിജി, പാർട്ടിയുടെ മുൻ ദേശീയ അധ്യക്ഷന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പാർലമെന്ററി ബോർഡ് അംഗങ്ങൾ, കേന്ദ്ര മന്ത്രിസഭയിലെ മുതിർന്ന അംഗങ്ങൾ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മറ്റ് നേതാക്കൾ, അതോടൊപ്പം ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. मित्रों, आज ये विशाल सभा को देखकर ये सुनिश्चित हो जाता है कि अभी अभी केरल के चुनाव में भाजपा के नेतृत्व में एनडीए को लगभग 15% वोट मिले थे, मगर आज दूर दूर तक जहां तक नजर पहुंचती है लोग ही लोग दिखाई पड़ते हैं। इससे स्पष्ट हो गया है कि आने वाले चुनाव में केरल में भारतीय जनता पार्टी की सरकार बनने जा रही है। ഈ വിശാലമായ ഈ സമ്മേളനം കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാകുന്നു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏതാണ്ട് 15% വോട്ടുകളാണ് ലഭിച്ചത്. പക്ഷേ കണ്ണെത്തുന്നതിനപ്പുറത്തുള്ള ദൂരത്ത് എനിക്ക് കാണാൻ സാധിക്കുന്നതിനപ്പുറത്ത് ഇരുന്നു കൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളെ കാണുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഭരണത്തിലെത്താൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയിരിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मित्रों, ये केरल की पवित्र भूमि पूरे भारत के लिए पवित्र भूमि है, मगर पहले का कालीकट और आज का कोझिकोड भारतीय जनता पार्टी के लिए एक तीर्थ समान है. കേരളത്തിന്റെ ഈ പുണ്യഭൂമി ഈ രാജ്യത്തിന് മുഴുവൻ പവിത്രമായിട്ടുള്ള പുണ്യമായിട്ടുള്ള ഭൂമിയാണ്. പക്ഷേ പഴയ കാലിക്കറ്റും ഇപ്പോഴത്തെ കോഴിക്കോടും ഇത് രണ്ടും ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായിട്ടുള്ള പ്രദേശമാണ്. क्योंकि यहीं पर इसी पवित्र भूमि पर 1967 में 1967 में पंडित दीनदयाल जी भारतीय जनसंघ के अध्यक्ष बने थे. കാരണം ഈ ഇതേ മണ്ണിലാണ്, ഈ പവിത്രമായിട്ടുള്ള മണ്ണിലാണ് 1967
പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ ഭാരതീയ ജനസംഘത്തിന്റെ ദേശീയ അധ്യക്ഷനായത്. और कल 25 सितंबर को इसी पवित्र भूमि से पंडित दीनदयाल जी की जन्म शताब्दी की शुरुआत देश के प्रधानमंत्री के वरद हस्ते होने जा रही है. ഇതേ ഭൂമിയിൽ നാളെ ദീനദയാൽജിയുടെ ജന്മദിനമായിട്ടുള്ള സെപ്റ്റംബർ 25-ാം തീയതി ഇതേ ഭൂമിയിൽ ഈ രാജ്യത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ അനുഗ്രഹീതമായിട്ടുള്ള കരങ്ങളാൽ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടാൻ പോവുകയാണ്. मित्रों, 1967 में भारतीय जनसंघ एक जिम्मेदार विपक्ष की भूमिका में धीरे धीरे आ रहा था और 67 से 2016 तक का ये 50 साल के जनसंघ से भारतीय जनता पार्टी की यात्रा के बाद आज भारतीय जनता पार्टी देश के अंदर 13 राज्यों में भारतीय जनता पार्टी की हिस्सेदारी वाली या भारतीय जनता पार्टी की सरकार है और देश में पूर्ण बहुमत के साथ भारतीय जनता पार्टी की सरकार है जिसके प्रधानमंत्री श्री नरेंद्र मोदी जी है. 1967 ആ കാലഘട്ടം ഭാരതീയ ജനസംഘം ഈ രാജ്യത്ത് ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. 50 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഈ രാജ്യത്തെ 13 സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുന്നതോ കൂട്ടുകക്ഷിയായിട്ട് ഭരിക്കുന്നതോ ആയിട്ടുള്ള സർക്കാരുകളാണ് ഇന്ന് നിലവിലുള്ളത്. അതുമാത്രമല്ല, ഈ രാജ്യത്ത് കേന്ദ്രത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം, ആ കേവല ഭൂരിപക്ഷം നേടിക്കൊണ്ട് ബഹുമാന്യനായിട്ടുള്ള നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ, അങ്ങനെ ഒരു സർക്കാരാണ് ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2.5 साल के करीब करीब कार्यकाल समाप्त होते तक भारतीय जनता पार्टी के नेतृत्व में एनडीए की जो सरकार चल रही है, नरेंद्र भाई के नेतृत्व में जो सरकार चल रही है, उसने हर 15 दिन में गरीब कल्याण के लिए एक इनिशिएटिव लेकर देश के गरीबी उन्मूलन के काम को बहुत गति दी है. കഴിഞ്ഞ 2.5 വർഷക്കാലമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ 2 ആഴ്ചക്കാലത്തും 15 ദിവസത്തിലൊരിക്കൽ ഈ രാജ്യത്ത് പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന, അവരുടെ കണ്ണീരൊപ്പാൻ ഉതകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ നാട്ടിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങളാണ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. मैं उसकी बहुत डिटेल में जाना नहीं चाहता. वेंकैया जी ने बहुत डिटेल में आपको बताया है, मगर जन धन योजना, उज्ज्वला योजना, मुद्रा बैंक योजना, स्किल इंडिया स्टैंड अप योजना, स्टार्टअप योजना, प्रधानमंत्री क्रॉप इरिगेशन योजना, नीम कोटेड यूरिया, सॉइल हेल्थ कार्ड, बहुत सारी योजनाओं के माध्यम से दीनदयाल जी की अंत्योदय की कल्पना को नरेंद्र मोदी सरकार ने साकार करने का प्रयास किया है. ആ പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ വെങ്കയ്യാജി അതൊക്കെ തന്നെ വിശദമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജൻധൻ പദ്ധതിയും ഉജ്ജ്വല പദ്ധതിയും സ്റ്റാർട്ടപ്പ് പദ്ധതിയും സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും സോയിൽ ഹെൽത്ത് കാർഡിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളും ഉൾപ്പെടെ നിരവധി പദ്ധതികളിലൂടെ ശ്രീ ദീനദയാൽജി ഈ നാട്ടിലെ ജനങ്ങളുടെ, പാവപ്പെട്ടവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോടുകൂടി മുന്നോട്ട് വെച്ച ആശയം, ആ ആശയം പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. मित्रों, सरकार की जो कामकाज है इसके बारे में वेंकैया जी ने डिटेल बताया है, मगर आज मैं केरल की धरती पर आया हूं
यहां चुनाव के वक्त हम केरल की जनता के पास मैंडेट लेने के लिए आए थे और केरल की जनता ने पहली बार भारतीय जनता पार्टी के नेतृत्व में विश्वास व्यक्त करते हुए करीब करीब 15% वोट भारतीय जनता पार्टी के गठबंधन को देने का काम किया है। इसके लिए मैं केरल की जनता का हृदय से धन्यवाद करना चाहता हूं। സുഹൃത്തുക്കളെ, സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ വിശദമായിട്ടുള്ള ഒരു വിവരണം തന്നെ ബഹുമാന്യനായിട്ടുള്ള വെങ്കയ്യജി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഞാനിപ്പോ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഈ സംസ്ഥാനത്തിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വന്നിരുന്നു. ഈ സംസ്ഥാനത്തെ ജനങ്ങൾ 15% വോട്ട് നൽകിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായിട്ടുള്ള പിന്തുണ നൽകി. കേരളത്തിന്റെ നിയമസഭയിൽ പ്രവേശനം നൽകി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള ഈ ഹൃദയംഗമമായിട്ടുള്ള പിന്തുണയ്ക്ക് ആദ്യമായിട്ട് കേരളത്തിലെ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. मगर उसके बाद केरल में जो सरकार बनी है उसी सरकार के संरक्षण में भारतीय जनता पार्टी के कार्यकर्ताओं पर जिस प्रकार का अत्याचार हो रहा है वो अत्याचार पूरे देश के लोकतंत्र के इतिहास में सबसे शर्मनाक अत्याचार है. പക്ഷേ അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ ഭരണത്തിലെത്തിയിട്ടുള്ള കേരളത്തിലെ സർക്കാർ ആ സർക്കാരിന്റെ പിന്തുണയോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾ, അക്രമങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ ചരിത്രത്തിന് തന്നെ അപമാനകരമായിട്ടുള്ള ചരിത്രമാണ്, അപമാനകരമായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. मित्रों, जब से भारतीय जनता पार्टी के काम की शुरुआत यहां पर हुई है तब से संघ और भारतीय जनता पार्टी के कार्यकर्ताओं पर अत्याचार नई बात नहीं है। मगर अब सरकार के संरक्षण में मुख्यमंत्री के खुद के कॉन्स्टिट्यूएंसी के अंदर जिस गांव में वोट नहीं मिले हैं वहां बम धमाके हो रहे हैं, भारतीय जनता पार्टी के कार्यकर्ताओं पर हमले हो रहे हैं. കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച കാലം തൊട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആർഎസ്എസിന്റെയും പ്രവർത്തകർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ, ആ അക്രമങ്ങളിൽ ഒരു പുതുമയുമില്ല. പക്ഷേ സർക്കാരിന്റെ പിന്തുണയോടുകൂടി, സർക്കാരിന്റെ സംരക്ഷണത്തിൽ, മുഖ്യമന്ത്രിയുടെ സ്വന്തം ഗ്രാമത്തിൽ ഉൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമങ്ങളും ബോംബാക്രമണങ്ങളും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ, ആ സംഭവങ്ങൾ ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ കേരളത്തിലെ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യചിഹ്നം ഉയർത്തുന്നതാണ്. मित्रों, अगर ये अत्याचार करने वाले ये समझते हैं कि अत्याचार करने से, हिंसा करने से, हमले करने से भारतीय जनता पार्टी का काम रुक जाएगा, विकास रुक जाएगा, तो वो गलत फहमी में जी रहे हैं. जितने भी बलिदान भारतीय जनता पार्टी के कार्यकर्ताओं ने दिए हैं, भारतीय जनता पार्टी और निखर कर आगे बढ़ी है और मजबूत हुई है. ഈ അക്രമങ്ങളിലൂടെയും ഈ അതിക്രമങ്ങളിലൂടെയും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനത്തെ തടയാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി, പ്രതീക്ഷയോടുകൂടിയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഈ സംസ്ഥാനത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തുന്നത് തടയാൻ വേണ്ടിയാണ് ഈ ശ്രമങ്ങൾ നടത്തുന്നതെങ്കിൽ ഒരു കാര്യം അവർ മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാൽ പോലും, എത്രയേറെ ആ ജീവൻ ബലി നൽകേണ്ടി വന്നാലും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഒരടി പോലും പിറകോട്ട് പോകില്ല.
ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ആ പ്രവർത്തനം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ये हिंसा से, दमन से भारतीय जनता पार्टी के कार्यकर्ता डरेंगे नहीं. इसका मुकाबला भारतीय जनता पार्टी का कार्यकर्ता लोकतांत्रिक तरीके से, संवैधानिक रास्तों से कर जिन्होंने दमन किया है उनको दंड दिलाने का काम भारतीय जनता पार्टी का कार्यकर्ता और भारतीय जनता पार्टी निश्चित करेगी. അക്രമത്തിലൂടെയും അതുപോലെ ബിജെപിക്കെതിരായിട്ടുള്ള അതിക്രമങ്ങളിലൂടെയും ഭാരതീയ ജനതാ പാർട്ടിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നവരോട് ഭാരതീയ ജനതാ പാർട്ടി ജനാധിപത്യപരമായിട്ടുള്ള മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് ഈ നാടിന്റെ ഭരണഘടന അനുസൃതമായിട്ട് അതിന് മറുപടി നൽകാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. आज इस कोझिकोड की पवित्र भूमि से भारतीय जनता पार्टी के सभी देश भर में फैले करोड़ों कार्यकर्ताओं को दीनदयाल जन्मशती की शुरुआत की पूर्व संध्या पर मैं आह्वान करना चाहता हूं कि हम सब संकल्पित होकर अपने आप को देश के गौरव के प्रति, देश के प्रति फिर से एक बार पुनः समर्पित कर देश को आगे ले जाए. यही शुभकामनाओं के साथ मेरी बात मैं समाप्त करता हूं. वंदे मातरम. കോഴിക്കോടിന്റെ പവിത്രമായിട്ടുള്ള ഈ മണ്ണിൽ ദീനദയാൽജിയുടെ ജന്മശതാബ്ദി ഉദ്ഘാടനങ്ങളുടെ ഈ പൂർവ്വ സായാഹ്നത്തിൽ ഈ രാജ്യത്തെ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരും അനുഭാവികളുമായിട്ടുള്ള മുഴുവൻ ആളുകളും അങ്ങനെയുള്ള മുഴുവൻ ആളുകളോടും അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദീൻദയാൽജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ, ആ ആശയങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള സമർപ്പണം, അതിനു വേണ്ടിയിട്ട് സ്വയം സന്നദ്ധമാകാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട് സ്വയം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആഹ്വാനം നടത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.